ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഇൻ്റർനെറ്റ് ആക്സസ് മെത്തേഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. The internet can be accessed in two ways, namely dialing into an internet service provider's computers or with a direct connection to an ISP. അപ്പം രണ്ട് തരത്തിലുള്ള ഇൻ്റർനെറ്റ് ആക്സസ് മെത്തേഡ്, ഒന്ന് ഡയലപ്പ് കണക്ഷനും രണ്ട് ഡയറക്റ്റ് കണക്ഷനുമാണ്. അപ്പം ഇൻ്റർനെറ്റ് ആക്സസ് മെത്തേഡുകളെ പറ്റി പറഞ്ഞേക്കുന്ന പാഠഭാഗം പേജ് നമ്പർ 133 പേജ് തൊട്ടാണ് ഇൻ്റർനെറ്റ് ആക്സസ് മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുമ്പം മോഡവും ടെലിഫോൺ ലൈനും വെച്ചിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനെയാണ് നമ്മൾ ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കണക്ഷൻ മെയ്ഡ് ചെയ്യുന്നത് ഒരു ISP നമ്പറിലേക്ക് ഡയൽ ചെയ്തതിന് ശേഷമാണ് ഡയലപ്പ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അനലോഗ് സിഗ്നൽസ് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫോൺ കോൾസ് ഒന്നും ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കണക്ഷനാണ് ഡയറക്റ്റ് കണക്ഷൻ. അപ്പം ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറയുമ്പം ISDN ആകാം, ADSL ആകാം, കേബിൾ മോഡം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വയർലെസ് ഓൾട്ടർനേറ്റീവ്സ്, ഇതൊക്കെ ഡയറക്റ്റ് കണക്ഷനാണ്. Under this method, access to the internet is made through a fixed cable or dedicated telephone line. അപ്പം ഡയറക്റ്റ് കണക്ഷനകത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ആക്സസ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് കേബിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ടെലിഫോൺ ലൈന് യൂസ് ചെയ്തായിരിക്കും. ഓഫ്റ്റൻ ദി ഡെഡിക്കേറ്റഡ് ടെലിഫോൺ ലൈൻ ഈസ് ആൻ ISDN ലൈൻ വിച്ച് ഹയർ സ്പീഡ് വേർഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻ. അപ്പം ISDN എന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈനിനെക്കാട്ടിലും ഹയർ സ്പീഡ് വേർഷനാണ് ISDN എന്ന് പറയുന്ന കേബിൾ ലൈൻ. There are different methods direct connection, namely ISDN, ADSL, കേബിൾ മോഡം, വയർലെസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പം ഡയറക്റ്റ് കണക്ഷന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സാണ് ISDNും ADSLും അതുപോലെ തന്നെ കേബിൾ മോഡം, വയർലെസ് ഓൾട്ടർനേറ്റീവ്സൊക്കെ. അപ്പം ISDN എന്ന് പറയുമ്പം ടെലിഫോൺ ലൈനിൻ്റെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ആക്സസിന് അതുപോലെ തന്നെ റെഗുലർ വോയിസ് കോൾസിനും വേണ്ടിയാണ് ഈ ISDN ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അത് ഡിജിറ്റലാണ്. അപ്പോൾ നമ്മൾ ഡയലപ്പ് കണക്ഷൻ പറഞ്ഞു അത് ഒരു അനലോഗാണ്. അതുകൊണ്ട് നമുക്കെന്താ അറ്റ് എ ടൈമിൽ വോയിസ് കോളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് കണക്ഷൻ മെത്തേഡാണ് ADSL എന്ന് പറയുന്നത്. ADSL അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ്. അപ്പം ADSL ISDNനെ പോലെ തന്നെ അപ്ഡേറ്റഡ് ടെലിഫോൺ ലൈനാണ്. ഇറ്റ് ഈസ് ഓൾസോ ഓൾ ഡിജിറ്റൽ ആൻഡ് സപ്പോർട്ട് സൈമിൾട്ടേനിയസ് ഇൻ്റർനെറ്റ് ബ്രൗസിങ് ആൻഡ് ടെലിഫോൺ യൂസ്. അപ്പം ഈ ISDNകത്ത് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും അതുപോലെ തന്നെ ടെലിഫോണും യൂസ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് ADSLൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മോർ ഡൗൺലോഡ്സ് റാദർ ദാൻ ഫോർ അപ്ലോഡ്സ്. അപ്പം നമ്മൾ ഡൗൺലോഡ്സിനാണ് കൂടുതലായിട്ട് ADSL യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ടെലിഫോൺ ലൈനാണ് സിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഇപ്പം ADSLനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഡൗൺലോഡ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ SDSLനകത്ത് കോപ്പറേറ്റ് ബോത്ത് ഡൗൺലോഡിങ് ആൻഡ് അപ്ലോഡിങ് ആൻഡ് ഈസ് സ്യൂട്ടബിൾ ടു കോപ്പറേറ്റ് ആപ്ലിക്കേഷൻ വെയർ മോർ സ്ട്രീമിംഗ് സ്പീഡ് ഈസ് നീഡഡ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുവാനും സാധിക്കുന്നു. SDSLന് ADSLനെക്കാട്ടിലും സ്പീഡ് ഒക്കെ കൂടുതലായതുകൊണ്ട് നമുക്ക് അപ്ലോഡിങ്ങും അതുപോലെ തന്നെ ഡൗൺലോഡിങ്ങും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ആക്സസ് മെത്തേഡാണ് കേബിൾ മോഡം. അപ്പോൾ കേബിൾ മോഡം എന്ന് പറയുമ്പം നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് TV ചാനൽസിൻ്റെ കൂടെ TV ചാനലിൻ്റെ കേബിൾ വഴിയായിട്ടാണ് ഇൻ്റർനെറ്റ് ആക്സസ് പറ്റുന്നത്. As these networks are designed to move information from the broadcaster to the customer, the downstream speeds are
ഹൈ വേറസ് അപ്സ്ട്രീം സ്പീഡ്സ് ആർ റാദർ സ്റ്റോൺ. അപ്പോൾ ഡൗൺ സ്ട്രീം ഇപ്പം നമ്മൾ കേബിൾ ടി വി ചാനൽസിലൂടെയാണ് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ഹൈയും അതുപോലെ തന്നെ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് കുറവുമായിരിക്കും. ഇനി നെക്സ്റ്റ് വയർലെസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പം വയർലെസ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വയർലെസ് ഡസ് നോട്ട് യൂസ് കേബിൾസ് ഓർ ടെലിഫോൺ ലൈൻസ് ടു കണക്ട് ദി ഇൻ്റർനെറ്റ്. അപ്പം വയർലെസ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ടെലിഫോൺ ലൈനോ അതുപോലെ തന്നെ കേബിളോ ഒന്നും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് യൂസസ് റേഡിയോ ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ ടെലിഫോൺ ലൈനും കേബിളൊന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. വയർലെസ് ഈസ് ഓൾസോ ഓൾവേസ് ഓൺ കണക്ഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ. അപ്പം വയർലെസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ഓൺ കണക്ഷനാണ്, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. വൈഫൈ ഇസ് ദ മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ഓഫ് എ വയർലെസ്. അപ്പം വൈഫൈ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം വൈഫൈ എന്ന് പറയുന്നത് ഒരു വയർലെസ് ഓൾട്ടർനേറ്റീവ്സിന് ഒരു കോമൺ ആപ്ലിക്കേഷനാണ്. ഇനിയുണ്ട് സാറ്റലൈറ്റ് കണക്ഷൻസ്. സാറ്റലൈറ്റ് കണക്ഷൻ ആക്സസ് ദ ഇൻ്റർനെറ്റ് വയ സാറ്റലൈറ്റ് ഇൻ എർത്ത്സ് ഓർബിറ്റ്. അപ്പോൾ സാറ്റലൈറ്റ് കണക്ഷൻ വഴിയും നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ദിസ് കണക്ഷൻ ഈസ് സ്ലൈറ്റ്ലി സ്ലോവർ ആസ് ദ ഡാറ്റ has to travel back and forth large distance from surface of the earth to the satellite. അപ്പം ഈ സാറ്റലൈറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് കണക്ഷൻ സാധ്യമാകുന്നതിന് വേണ്ടിയാണ് സാറ്റലൈറ്റ് കണക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന സാധാരണ വയർലെസ് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ അല്ലേ, വൈഫൈ ഒക്കെ വെച്ചിട്ട് വൈഫൈ മോഡം ഒക്കെ യൂസ് ചെയ്ത് ജിയോയുടെ ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ കൂടുതലായിട്ടും ഇൻ്റർനെറ്റ് ആക്സസ് മെത്തേഡ്സ്, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് എടുത്തൊക്കെയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് കൂടുതലും നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ്, അപ്പം മൊബൈൽ വഴി ഇൻ്റർനെറ്റ് ആക്സസ് സാധ്യമാവുന്നു അല്ലേ, അതൊക്കെ ഗ്രൂപ്പിൽ പെടുന്നതാണ് സെല്ലുലാർ കണക്ഷൻസ് എന്ന് പറയുന്നത്. സെല്ലുലാർ ടെക്നോളജി പ്രൊവൈഡ്സ് വയർലെസ് ഇൻ്റർനെറ്റ് ആക്സസ് ത്രൂ സെൽ ഫോൺസ്. ദി സ്പീഡ്സ് വേരി ഡിപ്പെൻഡിങ് ഓൺ ദി പ്രൊവൈഡർ, ബട്ട് ദ മോസ്റ്റ് കോമൺ ആർ 3G ആൻഡ് 4G സ്പീഡ്സ്. അപ്പം നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ വഴി വയർലെസ് ഇൻ്റർനെറ്റ് ആക്സസ് നടത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണക്ഷനൊക്കെ 4G ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് സ്പീഡിൽ സാധിക്കും. ഇപ്പം 2G ഒക്കെ ആയിരുന്നപ്പോൾ നമുക്ക് നെറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 3G 4Gയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിൽ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വെബ് ബ്രൗസേഴ്സാണ്. അപ്പം വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് കിടക്കുന്നത് പേജ് നമ്പർ 134. അപ്പം വെബ് ബ്രൗസർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എ വെബ് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ റിട്രീവിങ്, പ്രസൻറ്റിങ് ആൻഡ് ട്രാവേഴ്സിങ് ഇൻഫർമേഷൻ റിസോഴ്സസ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. അപ്പം വേൾഡ് വൈഡ് വെബിൽ നിന്ന് ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ട്രാവേഴ്സ് ചെയ്യാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് വർക്കിംഗ് ഓഫ് ദി ഇൻ്റർനെറ്റ്. അപ്പം നമ്മുടെ വെബ് ബ്രൗസർ യൂസറും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് വെബ് ബ്രൗസർ വർക്ക് ചെയ്യുന്നത്. It has the ability to interrupt or display so many types of files, and it may be used even the computer is not connected to the internet for offline working. അപ്പം ഈ വെബ് ബ്രൗസർ യൂസ് ചെയ്ത് നമുക്ക് മെനി ടൈപ്സ് ഓഫ് ഫയൽസ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കമ്പ്യൂട്ടർ കണക്റ്റ് ചെയ്യാതെ തന്നെ ഓഫ്ലൈൻ വർക്കിങ്ങിന് വേണ്ടിയൊക്കെ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദി 2 മേജർ ഫങ്ഷൻസ് ഓഫ് ദി ബ്രൗസേഴ്സ് ആർ ബ്രൗസേഴ്സ് കോണ്ടാക്ട് വിത്ത് ദ വെബ് സെർവർ ആൻഡ് സെൻഡ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഓർ ഫയൽസ്. ബ്രൗസേഴ്സ് റിസീവ് ദ ഇൻഫർമേഷൻ ആൻഡ് ദെൻ ഡിസ്പ്ലേസ് ഓൺ ദി യൂസേഴ്സ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ ബ്രൗസറിൻ്റെ 2 മെയിൻ ഫങ്ഷനാണ് ഇവിടെ തന്നേക്കുന്നത്. ആദ്യമേ ബ്രൗസേഴ്സ് വെബ് സെർവറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഇൻഫർമേഷന് അല്ലെങ്കിൽ ഫയൽസിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. പിന്നെ ഈ ബ്രൗസേഴ്സിൻ്റെ കയ്യിൽ ഇൻഫർമേഷൻ
ലഭിച്ചു കഴിഞ്ഞാൽ അതെന്താ യൂസേഴ്സ് കമ്പ്യൂട്ടേഴ്സിൽ അത് ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നു. അപ്പം ഈ രണ്ട് മെയിൻ ഫങ്ഷൻസാണ് ബ്രൗസേഴ്സ് ചെയ്യുന്നത്. ഒന്ന്, ഇൻഫർമേഷന് വേണ്ടി വെബ് സെർവറിനോട് റിക്വസ്റ്റ് ചെയ്ത് ആ ഇൻഫർമേഷനെ യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ വെബ് ബ്രൗസേഴ്സ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സൊക്കെ അറിയാമായിരിക്കും. ഗൂഗിൾ ക്രോം, സഫാരി, യുസി ബ്രൗസർ, ഫയർഫോക്സ്, ഒപ്പറ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസേഴ്സാണ്. ഇനി ഇത് വേൾഡ് വൈഡ് കൺസോർട്ടിസം അല്ലെങ്കിൽ W3C കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിസം ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇംപ്രൂവിങ് ദ വെബ് ത്രൂ എസ്റ്റാബ്ലിഷിംഗ് പ്രോട്ടോകോൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. അപ്പം പ്രോട്ടോകോൾസും ഗൈഡ് ലൈൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വേൾഡ് വൈഡ് കൺസോർട്ടിസം എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1994. ദ ക്രിയേറ്റർ ഓഫ് WWW ടിം ബേർണേഴ്സ്-ലീ. അപ്പം വേൾഡ് വൈഡ് കൺസോർട്ടിസം അല്ല, വേൾഡ് വൈഡ് വെബിൻ്റെ ക്രിയേറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിം ബേർണേഴ്സ്-ലീ ആണ്. ആദ്യമേ ഫൗണ്ട് ചെയ്ത് 1994 ടിം ബേർണേഴ്സ്-ലീ WWW ഉണ്ടാക്കിയത്. ഇറ്റ് കംപ്രൈസസ് ഹൺഡ്രഡ്സ് ഓഫ് ഓർഗനൈസേഷൻ ഫ്രം റിലേറ്റഡ് IT ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഡേറ്റ എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ഓർഗനൈസേഷന്, IT ഇൻഡസ്ട്രീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയാണ് W3Cക്കകത്ത്. W3C എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ വേൾഡ് വൈഡ് വെബ്. അപ്പം W3C വേൾഡ് വൈഡ് വെബിന് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഓൾസോ ഫെസിലിറ്റേറ്റീസ് ഇൻ്ററോപ്പറബിലിറ്റി ആൻഡ് കോപ്പറേഷൻ എമോങ് വെബ് സ്റ്റേക്ക്ഹോൾഡേഴ്സ്. The members of W3C are key participants in the web development involving commercial, educational and governmental entities. അപ്പോൾ W3Cയുടെ കീ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ, എഡ്യൂക്കേഷണൽ, ഗവൺമെൻറ് എൻറ്റിറ്റീസാണ് W3Cക്കകത്ത് കാണപ്പെടുന്നത്. അപ്പം വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിസം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 135 W3Cനെ കുറിച്ച് പറഞ്ഞത്. ഈ W3C എന്താണെന്നൊക്കെ എക്സാമിന് ചെറുതായിട്ട് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്. നമ്മൾ വെബ് ബ്രൗസേഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് സെർച്ച് എൻജിനുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വെബ് ബ്രൗസേഴ്സിനകത്ത് ഓരോ സെർച്ച് എൻജിനുകൾ കാണും അല്ലേ. നമുക്ക് സെർച്ച് എൻജിൻസ് എന്താണെന്ന് നോക്കാം. അതും പേജ് നമ്പർ 135 തന്നെയാണ് കൊടുത്തേക്കുന്നത്. എ വെബ് സെർച്ച് എൻജിൻ ഈസ് ആൻ ഇൻട്രാക്റ്റീവ് ടൂൾ ഹെൽപ്പ് ടു പീപ്പിൾ ടു ലൊക്കേറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ വയ വേൾഡ് വൈഡ് വെബ്. അപ്പം വേൾഡ് വൈഡ് വെബിൽ നിന്ന് ഇൻഫർമേഷനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പീപ്പിളിനെ സഹായിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് ടൂളാണ് വെബ് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത്. Web search engines are actually databases that contains references to thousands of resources. അപ്പം വെബ് സെർച്ച് എൻജിൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡേറ്റാബേസുകളാണ്. തൗസൻഡ്സ് ഓഫ് റിസോഴ്സസിലെ ഡേറ്റയെ റെഫറൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡേറ്റാബേസുകളാണ് വെബ് സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. The search engines provides an interface between user and underlying database. ഇപ്പം ഒരു ഡേറ്റാബേസും അതുപോലെ തന്നെ യൂസറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് സെർച്ച് എൻജിൻസ് ആക്ട് ചെയ്യുന്നത്. The interface presents the user with a field to type in search string which may be a word, phrase or date or some other criteria and a way to submit the request. അപ്പോൾ സെർച്ച് എൻജിനുകളിലൂടെയാണ് നമ്മളെന്താ ഒരു സ്ട്രിങ് ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ്, ഡേറ്റ്, എന്തും നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് ഈ സെർച്ച് എൻജിനിലൂടെയാണ്. കോമൺലി യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻസാണ് ഗൂഗിളും ബിങ്ങും യാഹൂവും ആസ്ക്, AOL, ബൈദു, ബോൾഫ്രാൻ, ആൽഫ. ഇത് ഒക്കെ പേജ് നമ്പർ 135 കൊടുത്തിട്ടുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻസ്.
അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ സെർച്ച് എഞ്ചിൻ എന്താണെന്ന് കണ്ടു. ഇനി ടൈപ്പ് ഓഫ് സെർച്ച് എഞ്ചിൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.